എല്ലാ കൂട്ടുകാർക്കും ഹിന്ദി ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ 2 പാഠങ്ങളാണ് പഠിച്ചത്. അയാം കലാം കെ ബഹാനെ എന്ന പാഠവും സബ്സെ ബഡാ ഷോമാൻ എന്ന പാഠഭാഗവും. 3ാമത്തെ യൂണിറ്റിലേക്ക് കടക്കുകയാണ്. ഇതിൽ ആദ്യത്തെ പാഠം അഘാൽ ഔർ ഉസ്കെ ബാദ് എന്ന് പറയുന്ന കവിതയാണ്. ഈ കവിത എഴുതിയിരിക്കുന്നത് നാഗാർജുൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന ഹിന്ദിയിലെ വളരെ പ്രസിദ്ധനായ കവി വൈദ്യനാഥ് മിശ്രയാണ്. അദ്ദേഹത്തിൻ്റെ തൂലികാ നാമമാണ് നാഗാർജുൻ എന്നുള്ളത്. മുഴുവൻ പേര് വൈദ്യനാഥ് മിശ്ര. 1911 ജൂൺ 30 ബീഹാറിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. 1911 ജൂൺ 30 ബീഹാറിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. ആധുനിക ഹിന്ദി കവിതാ മേഖലയിൽ തൻ്റേതായ പങ്ക് തെളിയിച്ച കവിയായിരുന്നു വൈദ്യനാഥ് മിശ്ര അല്ലെങ്കിൽ നാഗാർജുൻ. അദ്ദേഹത്തിന് 1969 സാഹിത്യ അക്കാദമി പുരസ്കാരവും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവുമെല്ലാം ലഭിച്ചിട്ടുണ്ട്. 1998 അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത്. 98 നവംബർ 5. ബീഹാറിൽ ജനിച്ച വൈദ്യനാഥ് മിശ്ര എന്ന നാഗാർജുൻ ക്ഷാമത്തിൻ്റെ ഭയാനകത അനുഭവിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ കവിതയിൽ 2 കാലഘട്ടങ്ങളെ ചിത്രീകരിക്കാനാണ് കവി ശ്രമിച്ചിട്ടുള്ളത്. അതിലൊന്ന് അഘാൽ എന്ന അവസ്ഥ, ക്ഷാമം എന്നൊരവസ്ഥ, പട്ടിണി, ദാരിദ്ര്യം എന്നൊരവസ്ഥയും അകാൽ കെ ബാദ് എന്ന അവസ്ഥയും അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നു. അകാൽ ഔർ ഉസ്കെ ബാദ്, ക്ഷാമവും അതിനുശേഷവുമുള്ള സന്ദർഭങ്ങളാണ് തൻ്റെ കവിതയിലൂടെ കവി വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊരു കാലഘട്ടത്തിലും ഒരൽപ്പം ക്ഷാമം, ദാരിദ്ര്യം അല്ലെങ്കിൽ പണത്തിൻ്റെ അഭാവം കാണപ്പെടും. എന്നാൽ അതിന് വിപരീതമായിട്ടുള്ള ഒരു അവസ്ഥയും ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് കവി ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ജീവിതത്തിലെ പ്രയാസങ്ങൾക്ക് സന്തോഷത്തിൻ്റെ പ്രതീകം കൂടി ഉണ്ട്. ആ പ്രയാസങ്ങൾക്ക് പകരം സന്തോഷം കൂടി കടന്നു വരുന്നു എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഈ കവിത അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. ആദ്യ കാലഘട്ടത്തിൽ അകാലിൻ്റെ ഭീഷണത വർണ്ണിക്കുന്ന കവി അടുത്ത 4 വരികളിലെത്തുമ്പോൾ അകാലിന് ശേഷമുണ്ടാകുന്ന ഘർ കി ഹാലത് ഭി ചിത്രൺ കർത്തേ ഹെ. ജറാ ഹം കവിത സുനെ. നമുക്ക് ആ കവിത ഒന്ന് കേൾക്കാം. ഓക്കെ. नंबर 52 अकाल के समय का वर्णन जरा हम देखते हैं.
പേജ് നമ്പർ 52 അകാൽ ക്ഷാമ കാലഘട്ടത്തിൻ്റെ വർണ്ണന നമുക്ക് നോക്കാം. കവിത എല്ലാവരും കേട്ട് കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. എന്താണ് കവി പറയുന്നത്? കൈ ദിനോ തക് ചൂൽഹ റോയ ചക്കി രഹി ഉദാസ്, കൈ ദിനോ തക് കാനി കുത്തിയ സോയി ഉൻകെ പാസ്. ഒന്നും കൂടി പറയാം. കൈ ദിനോ തക് ചൂൽഹ റോയ ചക്കി രഹി ഉദാസ്, कई दिनों तक कानी कुतिया सोई उनके पास. देखिए, इस चित्र में हम चूहे को जलते हुए देख सकते हैं. ഈ ചിത്രത്തിൽ നമുക്ക് അടുപ്പ് കത്തുന്നതായിട്ട് കാണപ്പെടുന്നു. നമ്മുടെ വീടുകളിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് അടുപ്പ്, ചൂൽഹ എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ഭക്ഷണം പാകം ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? യഹാ ചൂൽഹ റോത്താ ഹെ. ഇവിടെ കവി പറയുന്നു കൈ ദിനോ തക്, ഒരുപാട് ദിവസങ്ങളോളം ചൂൽഹ റോയ, അടുപ്പ് കരയുകയും, ചക്കി രഹി ഉദാസ് രഹി ഉൻകെ പാസ്, ചക്കി യാനി ആട്ടുകല്ല്, അരകല്ല്, ഉദാസ് രഹി ഉൻകെ പാസ്, നിരാശയോടുകൂടി വിഷമത്തോടു കൂടി അതിനടുത്ത് നിൽക്കുന്നു എന്ന് പറയുന്നു. കൈ ദിനോ തക് ചൂൽഹ റോയ ഓർ ചക്കി രഹി ഉദാസ്. എന്താണ് ഈ വരികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് കവി നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? यहाँ कवि यह बताना चाहते हैं कि घर में खाद्य वस्तुओं की बिल्कुल अभाव है. कवि എന്താണ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? घर में खाद्य वस्तुओं की बिल्कुल अभाव है. ഈ വീട്ടിൽ ഖാദ്യ വസ്തു, ആഹാര വസ്തുക്കൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ ബിൽക്കുൽ അഭാവ് ഹെ, അത് പൂർണ്ണമായിട്ടും കഴിഞ്ഞു പോയിരിക്കുന്നു. घर में खाद्य वस्तुओं की हालत क्या है? उसका अभाव हो गया है. അതിന് കുറവ് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ അത് കഴിഞ്ഞു പോയിരിക്കുന്നു. കൈ ദിനോ തക്, ഒരുപാട് ദിവസങ്ങളായിട്ട്, അതുകൊണ്ട് തന്നെ ചൂൽഹ ഓർ ചക്കിക്ക് ഇസ്തേമാൽ നഹി ഹോത്ത, ചൂഹയുടെയും ചക്കിയുടെയും ഇസ്തേമാൽ, ഉപയോഗം ഇവിടെ നടക്കുന്നില്ല. കൈ ദിനോ തക് ചൂൽഹ ഓർ ചക്കിക്ക് ഇസ്തേമാൽ, ഉപയോഗം നടക്കുന്നില്ല. ക്യോങ്കി ഘർ മേ ഖാദ്യ വസ്തുവും കി ബിൽക്കുൽ അഭാവ് ഹെ, വീട്ടിൽ ആഹാര വസ്തുക്കളുടെ അഭാവ്, കുറവ് കവി കാണപ്പെടുന്നുണ്ട്. ഇസ്ലിയെ ഘർ മേ ക്യാ നഹി ഹോത്ത? ഘർ മേ ഭോജൻ നഹി ബനാത്ത, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നില്ല. ഇസ്ലിയെ കവി കഹത്തെ ഹെ യഹാ ചൂൽഹ റോയാ ഹുവാ ഹെ, ഇവിടെ അടുപ്പ് കരയുന്നതായിട്ടും, ചക്കി ഉദാസ്, ആട്ടുകല്ല് അല്ലെങ്കിൽ അരകല്ല്, ഉദാസീനനായിട്ടിരിക്കുന്നതായിട്ടും കവി പറയുന്നു. ഇൻ ദോനോ വസ്തുവോं ഈ രണ്ട് വസ്തുക്കൾക്കും അപ്ന കാം നഷ്ട ഹുവാ ഹെ, യാനി അപ്ന അസ്തിത്വം നഷ്ട ഹുവാ ഹെ. ഈ രണ്ട് വസ്തുക്കളുടെയും അസ്തിത്വം അല്ലെങ്കിൽ അതിൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. चूहा का काम, चूल्हे का काम क्या होता है? എന്താണ് ചൂൽഹയുടെ ജോലി? ഓ ഭോജൻ കോ പഖാനെ കാ കാം കർത്തി ഹെ, ഭക്ഷണം പാകം ചെയ്യുന്ന ജോലി ചെയ്യുകയാണ് ചൂൽഹ. और ചക്കി ക്യാ കർത്തി ഹെ? ഉസ് ഭോജൻ കോ പീസ്താ ഹെ, ആഹാര പദാർത്ഥങ്ങളെ, ഖാദ്യ പദാർത്ഥങ്ങളെ അരച്ച് പൊടിച്ച് അതിൻ്റെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ഒഴിവാക്കി കളയുന്ന ജോലി ചക്കിക്ക് കാം ഹെ. ലേക്കിൻ യഹാ ദേഖിയെ, ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഭോജൻ കി അഭാവ് ഇസ് തറവ് ബൻ ഗയ, ഭക്ഷണത്തിൻ്റെ കുറവ് ഇപ്രകാരത്തിലായിരിക്കുന്നു. കി ചൂൽഹ ഓർ ചക്കി കോ അബ് കാം നഹി ഹെ, ഓ ദോനോ നിരാശ് ഉദാസ് പടേ ഹെ, അവർ രണ്ടുപേരും നിരാശരും ഉദാസീനരുമായിട്ട് അവിടെ കിടക്കുന്നതായിട്ട് കവി പറയുന്നു. അടുത്ത വരിയിലേക്ക് പോയി കഴിഞ്ഞാൽ കവി എന്താ പറയുന്നത്? കൈ ദിനോ തക് കാനി കുത്തിയ സോയി ഉൻകെ പാസ്, കൈ ദിനോ തക് കാനി കുത്തിയ സോയി ഉൻകെ പാസ്. കൈ ദിനോ തക്, ഒരുപാട് ദിവസങ്ങളോളം, കാനി കുത്തിയ ഹോത്തി ഹെ ഏക് ആങ്കേ വാല കുത്ത, ഒറ്റക്കണ്ണനായ, ഒറ്റ കണ്ണ് മാത്രമുള്ള ഒരു കുത്തിയ നായയാണ് പറയുന്നത്. ഓ സോയി ഹെ, അവൻ ഉറങ്ങിക്കിടക്കുന്നു, ഉൻകെ പാസ്, അവയുടെ അടുത്ത്. ആരുടെ അടുത്ത്? ചൂൽഹ ഓർ ചക്കി കെ പാസ്. യഹാ കാനി കുത്തിയ ക്യൂ ഇസ് തര സോയി പടി ഹെ, ഇവിടെ എന്തിനാണ് ഒറ്റക്കണ്ണൻ പട്ടി അല്ലെങ്കിൽ നായ ഇവിടെ ഉറങ്ങിക്കിടക്കുന്നത്? ചൂൽഹ ഓർ ചക്കി കെ പാസ്. यहाँ कुतिये को यानी कानी कुतिये को भोजन कहाँ से मिलता है? इस चूल्हे और चक्की के पास से मिलता है. घर में बनाए हुए भोजन लोग गाने के बाद बाकी वाला भोजन किसको देता है? इस कानी कुतिये को देता है. വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഭക്ഷണം, അത് വീട്ടിൽ എല്ലാവരും കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി ആർക്കാണ് കൊടുക്കുന്നത്? കാനി കുത്തിയേക്ക് ദേത്താ ഹെ, കാനി കുത്തിയേക്കാണ് നൽകുന്നത്. तो कानी कुतिया अपने हिस्से की भोजन की प्रतीक्षा में, कानी कुतिया എന്താ ചെയ്യുന്നത്? अपने हिस्से की,
തൻ്റെ ഭാഗമായിട്ടുള്ള അപ്പന ഹിസ്സ, തൻ്റെ ഭാഗമായിട്ടുള്ള തനിക്ക് കിട്ടാവുന്ന ഭോജൻ കി പ്രതീക്ഷാമേ, ഭക്ഷണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് കഹാ സോയി പടി ഹെ, എവിടെ ഉറങ്ങിക്കിടക്കുന്നത്? ചൂൽഹെ ഓർ ചക്കി കെ പാസ് സോയി പടി ഹെ, ചൂൽഹയുടെയും ചക്കിയുടെയും സമീപത്ത് ഉറങ്ങിക്കിടക്കുന്നത്. കവി എന്താ പറയുന്നത്? കൈ ദിനോ തക്, ഒരുപാട് ദിവസങ്ങളോളം കാനി കുത്തിയ ഏക് ഹാങ്കെ വാല കുത്ത, ഒറ്റ കണ്ണുള്ള നായ എന്ത് ചെയ്യുന്നു? സോയി പടി ഹെ, ഉറങ്ങിക്കിടക്കുന്നു. ഉൻകെ പാസ്, അവയുടെ അടുത്ത്, യാനി ചൂൽഹ ഓർ ചക്കി കെ സമീപ്, ചൂൽഹയുടെയും ചക്കിയുടെയും സമീപത്തായിട്ട് ഉറങ്ങിക്കിടക്കുന്നതായിട്ട് ആര് പറയുന്നു? കവി പറയുന്നു. അടുത്ത വരിയിലേക്ക് പോകാം. വരിയിലേക്ക് എത്തിയപ്പോൾ കവി എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? കൈ ദിനോ തക് ലഗി ബീത്ത് പർ ചിപ്കലിയോं की गश्त, കൈ ദിനോ തക് ലഗി ബീത്ത് പർ ചിപ്കലിയോं का गश्त. എന്താണ് ബീത്ത്? ഈ ചിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ചിപ്കലികൾ, പല്ലികൾ എവിടെയാണ് സഞ്ചരിക്കുന്നത്? ഹാ, ബീത്ത് പർ, ചുമരുകളിലാണ് അല്ലേ? തോ കൈ ദിനോ തക്, ഒരുപാട് ദിവസങ്ങളോളം ആ വീടുകളിൽ എന്ത് കാഴ്ച കൂടി കാണാൻ കഴിയുന്നുണ്ട്? ബീത്ത് പർ, ചുമരുകളിൽ, ചിപ്കലിയോं का गश्त भी देख सकते हैं, ചുമരുകളിൽ പല്ലികളുടെ ഗഷ്ത്. ഗഷ്ത് എന്താണ്? ഗൂമന, ചുറ്റിക്കറങ്ങുക. ഗൂമന, ചുറ്റിക്കറങ്ങുക. തോ ചിപ്കലിയ ഗസ്ത് കർത്തി രഹത്തി ഹെ, പല്ലികൾ എന്ത് ചെയ്യുന്നു? ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. കഹാ? ബീത്ത് പർ, ചുമരുകളിൽ. തോ കഹാ? ഇസ് ഗർ കി ബീത്ത് പർ, ഈ വീടിൻ്റെ ചുമരുകളിൽ. അബ് കൈ ദിനോ തക്, ഒരുപാട് ദിവസങ്ങളോളം, ചിപ്കലിയ ഗസ്ത് കർത്തി ഹെ, പല്ലികൾ എന്ത് ചെയ്യുന്നു? ഗസ്ത് കർത്തി ഹെ, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഗൂംതേ രഹത്തെ ഹെ. കബ് ഇസ് പ്രകാർ ചിപ്കലിയ ഗസ്ത് കർത്തി ഹെ, എപ്പോഴാണ് ചിപ്കലികൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ വീടുകൾ ചുറ്റി സഞ്ചരിക്കുന്നത്? വോ ബി ഭോജൻ കി തലാഷ് കർ രഹി ഹെ, അവരും ഭക്ഷണം അന്വേഷിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? ജബ് ഹം സബ് ലോഗ് അപ്ന ഭോജൻ കർനെ കെ ബാദ് സോനെ ജാത്തെ ഹെ, നമ്മളെല്ലാവരും നമ്മുടെ ഭക്ഷണമെല്ലാം കഴിച്ച് ഉറങ്ങാൻ പോകുമ്പോൾ ചിപ്കലിയ അപ്നി ഭോജൻ കി തലാഷ് മേ ദീവാർ പർ ഘൂംതേ രഹത്തെ. ലേക്കിൻ കൈ ദിനോ തക്, ഇങ്ങനെ ഒരുപാട് ദിവസത്തോളം ചിപ്കലികൾ, പല്ലികൾ ഇങ്ങനെ ചുമരുകളിൽ സഞ്ചരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ക്യാ ഉന്നെ ഉൻക ഖാദ്യ മില, അവർക്ക് അവരുടെ ഭക്ഷണം ലഭിച്ചോ? നഹി, ഉൻകോ അപ്നി ഖാദ്യ നഹി മില. എന്തുകൊണ്ടാണ് അവർക്ക് അവരുടെ ഭക്ഷണം ലഭിക്കാത്തത്? ഹാ, ജബ് ഹം ഖാന ബനാത്തെ ഹെ ഓർ ഖാന റഖ്തെ ഹെ, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുകയും ഭക്ഷണം വെക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വഹാ ചോട്ടെ ചോട്ടെ പ്രാണിയാ ആത്തെ ഹെ, ആ ഭക്ഷണത്തിന് ചുറ്റും ചെറിയ ചെറിയ പ്രാണികൾ വന്നിരിക്കാറില്ലേ? അല്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ ഭക്ഷണം അടച്ചു വെക്കുന്നത്? ഈച്ചകളായിക്കോട്ടെ, ചെറിയ ചെറിയ ചോട്ടെ ചോട്ടെ പ്രാണിയാം, ചെറിയ ചെറിയ പ്രാണികളോടെ വന്നിരിക്കാറില്ലേ? और इन प्राणियों को कौन गांठते हैं? ഈ പ്രാണികൾ ആരാ കഴിക്കുക? ഹാ, ഇൻ ചിപ്കലിയോं का भोजन है, ഇൻ ചിപ്കലികളുടെ ഭക്ഷണമാണല്ലോ. तो घर में दाना नहीं होने से या घर में भोजन नहीं बनाने से, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാത്തത് കൊണ്ട് क्या हालत हो गया ചിപ്കലി का, എന്തവസ്ഥയാണ് ചിപ്കലിക്ക് സംഭവിച്ചിരിക്കുന്നത്? उन्हें भी अपना भोजन नहीं मिलता, അവർക്കും അവരുടെ ഭക്ഷണം ലഭിക്കുന്നില്ല. तो अपनी भोजन की तलाश में, തൻ്റെ ഭക്ഷണം അന്വേഷിച്ചുകൊണ്ട് ചിപ്കലിയാം ക്യാ കർത്തേ ഹെ, ചിപ്കലികൾ എന്താ ചെയ്യുന്നത്? ഇസ് ദീവാർ പർ, ഇസ് ഗർ കി ദീവാർ പർ, ഈ വീടിൻ്റെ ചുമരുകളിൽ ഗസ്ത് കർത്തേ രഹത്തെ ഹെ, സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഘൂംതേ രഹത്തെ ഹെ, ഫിർ ഭി ഉൻകോ അപ്നാ ഭോജൻ നഹി മിൽത്ത. യേ ഭി അകാൽ കാ ഏക് ദൃശ്യ ഹി ഹെ, ഇതും ക്ഷാമത്തിൻ്റെ ഒരു അവസ്ഥയുടെ ചിത്രം തന്നെയല്ലേ? അഗലി ലൈൻ മേ കവി ക്യാ കഹത്തെ ഹെ, എന്താണ് അടുത്ത വരിയിലൂടെ കവി പറയുന്നത്? കൈ ദിനോ തക് ചൂഹോं की भी हालत रही शिकस्त, कई दिनों तक चूहों की भी हालत रही शिकस्त. कौन है चूहा? ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലേ? ചൂഹ, എലികൾ. तो कई दिनों तक, ഒരുപാട് ദിവസങ്ങളോളം, चूहों की भी हालत, എലികളുടെ അവസ്ഥയും, शिकस्त, शिकस्त यानी परास्त, शिकस्त का अर्थ क्या है? परास्त, പരാജിതം തന്നെയായിരുന്നു. കൈ ദിനോ തക്ക്, കൈ ഒരുപാട് ദിവസങ്ങളോളം, ചൂഹോं की ഹാലത്ത്, എലികളുടെ അവസ്ഥയും, ഹാലത്ത് എന്താണ്? അവസ്ഥ. वो भी शिकस्त है, അതും എന്താണ്? പരാജിതമായുള്ള, പരാസ്തമായിട്ടുള്ള അവസ്ഥ തന്നെയാണ്. तो चूहे भी उस घर की भोजन की आश्रय में जीते हैं, എലികളും ആ വീട്ടിലെ ഭക്ഷണത്തിനെ ആശ്രയിച്ചല്ലേ ജീവിക്കുന്നത്. जब हम सोते हैं तो ബാക്കി ബച്ചേ ഭോജൻ की तलाश में, നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ബാക്കി വന്നിരിക്കുന്ന ഭക്ഷണം അന്വേഷിച്ച് അപ്പനെ ബിൽസെ, തൻ്റെ മാളത്തിൽ നിന്നും ചൂഹോ ബാഹർ നിക്കൽത്തി ഹെ, എലികൾ പുറത്തിറങ്ങാറില്ലേ? तो वो भोजन की तलाश करते रहते हैं, क्या उसे भोजन मिलेगा? ഭക്ഷണം അന്വേഷിച്ചെങ്കിലും അവർക്ക് ഭക്ഷണം കിട്ടുമോ? നഹി. घर में तो एक भी दाना नहीं है, വീട്ടിൽ ഒരു ധാന്യവുമില്ല. तो उस घर में भोजन नहीं बनाता तो चूहों को भी भोजन नहीं मिलता. ऐसे में चूहों की हालत क्या होता?
അങ്ങനെ എലികൾക്ക് ഭക്ഷണം ലഭിക്കാതാവുമ്പോൾ എലികളുടെ അവസ്ഥയും എന്ത് സംഭവിക്കും? ഓ ബി പരാസ്തോത്തെ ഹെ, ഓ ബി ഷിക്കസ്തോത്തെ ഹെ. ഷിക്കസ്തോന പരാജിതനായി മാറുക, അല്ലെങ്കിൽ വിഷമകരമായ അവസ്ഥയിലേക്ക് മാറുക. യഹാ കൈ ദിനോ തക്, ഒരുപാട് ദിവസങ്ങളോളം ചൂഹോങ് കി ഹാലത്ത്, എലികളുടെ അവസ്ഥയും ഷിക്കസ്ത് കർത്തെ ഹെ, പരാസ്തനായിട്ട് അല്ലെങ്കിൽ വിഷമകരമായ അവസ്ഥയിലേക്കാണ് ആരുടെയും പോയിരിക്കുന്നത്? എലികളും പോയിരിക്കുന്നത്. ഇനി ആദ്യത്തെ 4 വരികൾ നമുക്ക് ഒന്നുകൂടി നോക്കിയാലോ? ഒന്നുകൂടി നോക്കാം. കൈ ദിനോ തക് ചൂൽഹ റോയ, ഒരുപാട് ദിവസങ്ങളോളം ചൂൽഹ റോയ, ചൂൽഹ അടുപ്പ്, റോയ കരയുകയും, ചക്കി രഹി ഉദാസ്, ആട്ടുകല്ലുകൾ എന്ത് ചെയ്തു? ഉദാസനായിട്ട് വിഷമത്തോടുകൂടി ഉദാസീനതയോടുകൂടി അതിന് സമീപത്തിരിക്കുകയും ചെയ്യുന്നുണ്ട്. കൈ ദിനോ തക്, ഒരുപാട് ദിവസങ്ങളോളം കാനി കുത്തിയ, ഒറ്റക്കണ്ണൻ നായ, സോയി ഉൻകെ പാസ്, അതിനടുത്ത് ഉറങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. കൈ ദിനോ തക്, ഒരുപാട് ദിവസങ്ങളോളം ലഗി ബീത്ത് പർ, ചുമരുകളിൽ കാണാൻ കഴിയുന്നു, ചിപ്കലിയോ കാ ഗസ്ത്, എന്ത്? ചിപ്കലികളുടെ പല്ലികളുടെ ഗസ്ത്, സഞ്ചാരം, അവരുടെ ചുറ്റിക്കറങ്ങുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഗസ്ത് സഞ്ചാരം, ഗൂംന കറങ്ങുക, കോൺ ഗുംതാ ഹെ, ചിപ്കലികൾ ഗൂംന സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഓർ കൈ ദിനോ തക്ക്, ഒരുപാട് ദിവസങ്ങളോളം ചൂഹോങ് കി ഹാലത്ത്, എലിയുടെ അവസ്ഥയും എന്തായിരുന്നു? ഷിക്കസ്ത് യാനി പരാസ്ത്, വിഷമകരം തന്നെയായിരുന്നു. പരാജിതമായ ഒരു അവസ്ഥയിൽ തന്നെയാണ് ആരും നിൽക്കുന്നത്? ചൂഹകളും നിൽക്കുന്നത്. ഈ ആദ്യത്തെ 4 വരികൾ എന്തിനെയാണ് വർണ്ണിക്കുന്നത്? ഗർമേ അകാൽ ഹോനെ പർ, വീട്ടില് അകാൽ ഹോനെ പർ, ക്ഷാമം വന്നു കഴിഞ്ഞപ്പോൾ, ഉസ് ഗർ കി മാനവ് ഹി നഹി ഉസ്കി പശു പക്ഷിയാം യാ പ്രാണിയാം ഭി ബഹുത് പരാസ്ത് ഹോത്തെ ഹെ. ആ വീട്ടിൽ ക്ഷാമം വന്നു കഴിഞ്ഞാൽ വീട്ടിലെ മനുഷ്യർ മാത്രമല്ല, ചെറിയ ചെറിയ പ്രാണികളെ പോലും അത് ബാധിക്കുന്നു, അല്ലേ? ചോട്ടെ ചോട്ടെ ജീവജന്തു യാ വസ്തു, ചെറിയ ചെറിയ ജന്തുക്കളായിക്കോട്ടെ, അതുപോലെ അടുപ്പ്, ആട്ടുകല്ല് പോലെയുള്ള വസ്തുക്കളായിക്കോട്ടെ, സബ്കോ ഉസ്ക ആശ്രയപ്പെടുത്താ ഹെ, അതിനെല്ലാം അത് ആശ്രയിച്ചിരിക്കുന്നവർ എന്ത് ചെയ്യുന്നു? ഉസ്ക അസർ, അതിൻ്റെ സ്വാധീനം എല്ലാറ്റിലും എന്ത് ചെയ്യാൻ കഴിയുന്നു? കാണാൻ കഴിയുന്നു എന്ന് ആദ്യത്തെ 4 വരികളിലൂടെ കവി പറയുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ 4 വരികളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. പ്രധാനപ്പെട്ട ആശയം, കവിതയുടെ പ്രധാനപ്പെട്ട ആശയം നമുക്ക് ഒന്ന് ചർച്ച ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കവിതയിൽ പഠിച്ചത്? ഇസ് കവിത മേ കവി അകാൽ കി ദയനീയ സ്ഥിതി കാ വർണ്ണൻ കർത്തേ ഹുए, അല്ലേ? ഈ കവിതയിലൂടെ കവി എന്താ ചെയ്യുന്നത്? അകാൽ കി ദയനീയ സ്ഥിതി, ക്ഷാമത്തിൻ്റെ ദയനീയ അവസ്ഥയെ വർണ്ണിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കൈ ദിനോ സെ വഹ അകാൽ പടാത, ഒരുപാട് ദിവസങ്ങളായി വീട്ടിലെന്തായിരുന്നു? അകാൽ, ക്ഷാമമായിരുന്നു. അകാൽ കെ ദിനോ മേ ഗർമേ അനാജ് കാ ഏക് ബി ദാന നഹീദ, ക്ഷാമത്തിൻ്റെ ദിവസങ്ങളിൽ ഗർമേ അനാജ് കാ ഏക് ബി ദാന നഹീദ, ധാന്യത്തിൻ്റെ ഒരു മണി പോലും ഉണ്ടായിരുന്നില്ല. കൈ ദിനോ സെ ഗർമേ ചൂൽഹ നഹി ജലായാത, ഒരുപാട് ദിവസങ്ങളായിട്ട് വീട്ടിൽ ചൂൽഹ അടുപ്പ് നഹി ജലായാത, കത്തിയിരുന്നില്ല. അർത്ഥാത് ഘർമേ ഭോജൻ നഹി ബനാത്ത, അതായത് വീട്ടിൽ എന്തുണ്ടാക്കിയില്ല? ഭോജൻ നഹി ബനായത, ഭക്ഷണം ഉണ്ടാക്കിയില്ല. ഇസെ ചൂൽഹ റോ രഹാത, ഇതിനാൽ അടുപ്പുകൾ കരയുന്നു. ഓർ ചക്കി ഉദാസ് പടീതി, ആട്ടുകല്ലോ അതിനടുത്ത് നിരാശനായി കിടക്കുകയും ചെയ്യുന്നു. ഗർക്കെ ദിവാരോം പർ ചിപ്കലിയാ ഗൂം രഹി ഹെ, വീട്ടിൻ്റെ ദിവാരോം പർ ചുമരുകളിൽ ചിപ്കലിയാം പല്ലികൾ ഗൂം രഹി ഹെ കറങ്ങുന്നുണ്ടായിരുന്നു. ചൂൽഹ ഓർ ചക്കി കെ പാസ് കാനി കുത്തിയ, ചൂൽഹ ഓർ ചക്കി കെ പാസ്, അടുപ്പിനും അതുപോലെ ആട്ടുകല്ലിനും സമീപമായിട്ട് കാനി കുത്തിയ ഒറ്റക്കണ്ണൻ നായയും അനാജ് കെ ദാനെ കി പ്രതീക്ഷാമേ സോ രഹീതി, അനാജ് കി ദാനെ കി, ധാന്യത്തിൻ്റെ മണി പ്രതീക്ഷിച്ചുകൊണ്ട് സോ രഹീതി, ഉറങ്ങുകയായിരുന്നു. ചൂഹോങ് കോ ഗാനെ കെ ലിയെ കുച്ച് നഹി മിലാത, എലികൾക്കും കഴിക്കാൻ ഒന്നും ലഭിച്ചിരുന്നില്ല. യേ സബ് അകാൽ കി ദയനീയ സ്ഥിതി കാ വർണ്ണൻ ഹെ, ഇവയെല്ലാം അകാൽ കി, ക്ഷാമത്തിൻ്റെ ദയനീയ അവസ്ഥയാണ് വർണ്ണിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 4 വരികളിലൂടെ ക്ഷാമത്തിൻ്റെ ദയനീയ അവസ്ഥ ചിത്രീകരിക്കാനാണ് കവി ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്ഷാമത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ചാണ് വർണ്ണിച്ചിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ ക്ഷാമത്തിന് ശേഷമുണ്ടാകുന്ന അവസ്ഥകളെക്കുറിച്ച് വർണ്ണിക്കാം. അപ്പോൾ ഈ ഭാഗം നന്നായിട്ട് വായിച്ചു നോക്കുക. തുടർ ക്ലാസ്സിൽ ഇതിൻ്റെ ക്ലാസ്സുകളിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വിശദമാക്കാൻ കഴിയും. എല്ലാവരും ഈ 4 വരികൾ നന്നായിട്ട് വായിച്ച് പഠിക്കുക.